നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. മോക്ക് ടെസ്റ്റ് ആരംഭിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏത്? പാക് കടലിടുക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആനമുടി. തേർഡ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശബരിഗിരി. ഫോർത്ത് ക്വസ്റ്റ്യൻ. സിംഹവാലൻ കുരങ്ങുകൾക്കു പേരുകേട്ട ദേശീയ ഉദ്യാനം ഏത്? കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? സൈലന്റ് വാലി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. സമാധാനത്തിനുള്ള ആദ്യത്തെ നോബൽ സമ്മാനം ജീൻ ഹെൻറി സുഡാന് ലഭിച്ച വർഷം ഏത്? 1901 1901. സിക്സ്ത് ക്വസ്റ്റ്യൻ. ആഗോളതലത്തിൽ കോവിഡ് വാക്സിൻ പിൻവലിച്ച കമ്പനി ഏത്? ആസ്ട്രാസെനക്ക. സെവൻത് ക്വസ്റ്റ്യൻ. പുലിറ്റ്സർ പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തനം. എയ്ത്ത് ക്വസ്റ്റ്യൻ. രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഏത്? ഇംഗ്ലണ്ട്. നയൻത് ക്വസ്റ്റ്യൻ. വിദ്യാർത്ഥികൾക്ക് ബോട്ട് കടത്ത് കൂലി വർദ്ധിപ്പിച്ചതിനെതിരെ നടന്ന സമരം ഏത്? ഒരണ സമരം. 10th ക്വസ്റ്റ്യൻ. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? വിവരാവകാശ നിയമം. 11th ക്വസ്റ്റ്യൻ. 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത് എത്ര പേർക്ക്? 5. 12th ക്വസ്റ്റ്യൻ. ഗർഭിണി എന്ന വാക്ക് നിയമപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി പ്രഗ്നന്റ് പേഴ്സൺ എന്ന വാക്ക് ഉപയോഗിക്കണം എന്ന് നിർദ്ദേശിച്ചത് ഏത് രാജ്യത്തെ സുപ്രീം കോടതി ആണ്? ഇന്ത്യ. 13th ക്വസ്റ്റ്യൻ. ബജ്റംഗ് പുനിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുസ്തി. 14th ക്വസ്റ്റ്യൻ. ഭക്ഷ്യ സുരക്ഷാ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന്? 2013 സെപ്റ്റംബർ 12. 2013 സെപ്റ്റംബർ 12. 15th ക്വസ്റ്റ്യൻ. സൗരോർജ ഉൽപ്പാദനത്തിൽ 3-ാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? ഇന്ത്യ. 16th ക്വസ്റ്റ്യൻ. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണ്? ബെറുബാറി കേസ്. 17th ക്വസ്റ്റ്യൻ. ഭവാനി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്. 18th ക്വസ്റ്റ്യൻ. പലമാവു കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഝാർഖണ്ഡ്. 19th ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് ATM സ്ഥാപിതമായത് എവിടെ? എറണാകുളം. 20th ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് വാട്ടർ ATM നിലവിൽ വന്നത് എവിടെ? മുതുകുളം. ഇത്രയുമാണ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.